MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോന്നിയിൽ പാറമടയിൽ കല്ലിടിഞ്ഞു വീണ് അപകടം, ഒരാളുടെ മൃതദേഹം ലഭിച്ചു, മറ്റൊരാൾക്കായി തിരച്ചിൽ. പയ്യനാമണിൽ ചെങ്കുളം പാറമടയിൽ പാറ അടർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാറക്കൂട്ടത്തിന് അടിയിൽപ്പെട്ട മറ്റൊരു തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ജാർഖണ്ഡ്, ഒറീസ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഏറെ നേരത്തെ ശ്രമകരമായ തിരച്ചിലിനൊടുവിലാണ് ശരീരം പുറത്തെടുക്കാനായത്. ഫയർഫോഴ്സ് സംഘം വലിയ പാറ കഷ്ണങ്ങൾ നീക്കിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. രണ്ടുപേരിൽ ആരുടെ മൃതദേഹമാണിതെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. പാറ നീക്കം ചെയ്യുന്നതിനിടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലുകൾ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പാറ വീഴുന്നത് തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം പ്രയാസകരമാണ്. ടെസ്റ്റ് വിജയത്തിൽ താരങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ജയ്ഷയുടെ അഭിനന്ദനം. സിറാജിന്റെ പേരില്ല വിവാദം. എഡ്ജ് ബാസ്റ്റണിൽ ചരിത്ര ജയം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് ICC ചെയർമാൻ ജയ്ഷ എക്സിൽ പങ്കുവച്ച കുറിപ്പിനെ ചൊല്ലി വിവാദം. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത് എന്നിവരെ പേരെടുത്ത് പറഞ്ഞ് പോസ്റ്റിൽ അഭിനന്ദിച്ച ജയ്ഷ പേസർ മുഹമ്മദ് സിറാജിന്റെ പേര് വിട്ടുകളഞ്ഞതിനെ ചോദ്യം ചെയ്ത് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, പോസ്റ്റുകളോട് പ്രതികരിക്കരുതെന്ന് ഉണ്ണി മുകുന്ദൻ. ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലാണ് താരം ഇക്കാര്യം അറിയിച്ചത്. 2.9 മില്യൺ ഫോളോവേഴ്സുള്ള ഐ ആം ഉണ്ണി മുകുന്ദൻ എന്ന യൂസർ നെയിമിലുള്ള അക്കൌണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടതായി താരം അറിയിച്ചത്. പ്രധാന അറിയിപ്പ്: എന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അക്കൌണ്ടിൽ നിന്നും വരുന്ന അപ്ഡേറ്റുകൾ, DMകൾ, സ്റ്റോറികൾ, കണ്ടന്റുകൾ എന്നിവ എന്നിൽ നിന്നുള്ളതല്ല. അവ ഹാക്കർമാരാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അക്കൌണ്ടിൽ നിന്നും ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കരുത്. പ്രശ്നം പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവരുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ അറിയിച്ചു. ഗെറ്റ് സെറ്റ് ബേബിയാണ് ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. മാർക്കോയുടെ വിജയത്തെ തുടർന്ന് താരം പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയിരുന്നു. അടുത്തിടെ മുൻ മാനേജറുമായുണ്ടായ തർക്കങ്ങൾ താരത്തെ നിയമപ്രശ്നങ്ങളിൽ ചാടിച്ചിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ക്ലാസ് മുറികൾക്കപ്പുറം RUESലെ അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ, അതുല്യമായ കരുത്തുകൾ, നൂതനവൽക്കരണവും ഇന്റർ ഡിസിപ്ലിനറി ആയ പ്രശ്ന പരിഹാരങ്ങളും കൊണ്ട് കൂടുതലായി നിർവചിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഒരാൾ പഠിക്കുന്ന ഭൌതികവും അഭൌതികവുമായ അന്തരീക്ഷത്തിന് ജീവിതത്തിന്റെ സഞ്ചാരപഥം നിർണ്ണയിക്കുവാൻ സാധിക്കുന്നു. ഇന്ത്യയുടെ സാങ്കേതിക തലസ്ഥാനമായ ബംഗളൂരുവിലുള്ള രാമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് പാരമ്പര്യത്തിന്റെയും പരിവർത്തനത്തിന്റെയും സംഗമ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ആധുനിക അപ്ലൈഡ് സയൻസസ് യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ RUES ലെക്ചറുകൾക്കും ബിരുദങ്ങൾക്കും പുറമെ പര്യവേഷണം, സംരംഭകത്വം, മികവ് എന്നിവയുടെ ഒരു ജീവസുറ്റ ആവാസ വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുന്നു. റോഡല്ലേ ഈ പറിച്ചെടുക്കുന്നത്? പണിതിട്ടൊരു മാസം കൈകൊണ്ട് വലിച്ചാൽ ടാറിളകും. സംഭവം മഹാരാഷ്ട്രയിൽ. നിർമ്മാണം പൂർത്തിയായി 1 മാസത്തിനുള്ളിൽ തന്നെ റോഡ് തകർന്നു. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിലെ ബിലോലി താലൂക്കിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് 1 മാസം കൊണ്ട് വീണ്ടും പഴയപടിയായത്. വെറും കൈകൾ കൊണ്ട് വലിച്ചാൽ റോഡിന്റെ ഉപരിതലത്തിലെ ടാർ ഇളകി പോരുന്നതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. സ്വീഡനിൽ പഠിക്കാം കുടുംബത്തോടൊപ്പം. അൺലിമിറ്റഡ് പാർട്ട് ടൈം ജോലിയോടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ യൂറോപ്പിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നു. അതിൽ സ്വീഡൻ പഠനത്തിനായി, പ്രത്യേകിച്ച് STEM സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് പഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ഗവേഷണത്തിനും പ്രൊഫഷണൽ പരിശീലനത്തിനും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം സ്വീഡൻ മികച്ച വിദ്യാഭ്യാസ നിലവാരവും ഉറപ്പാക്കുന്നു. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ്സ് 2025 ലിസ്റ്റിൽ സ്വീഡനിലെ 6 സർവകലാശാലകൾ ലോകത്തിലെ മുൻനിരയിലുള്ള 200 സർവകലാശാലകളിൽ ഇടം നേടിയത് സ്വീഡനിലെ വിദ്യാഭ്യാസം എത്രമാത്രം നിലവാരമുള്ളതാണെന്ന് തെളിയിക്കുന്നു. മിക്ക സർവകലാശാലകളിലും പഠന മാധ്യമം ഇംഗ്ലീഷ് ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ സൌകര്യപ്രദമാകുന്നു.
ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മരിച്ചേക്കാവുന്ന നില വന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തി രക്ഷപ്പെട്ടു. ആരോഗ്യ വകുപ്പിനെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്ന ന്യായീകരണത്തിനിടെ ആയിരുന്നു മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. മോഹനം ആരെയും ഭാവഗായകനാക്കുന്ന രാഗവിസ്മയം. ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൌന്ദര്യത്തെക്കുറിച്ച് പാടുന്ന ചലച്ചിത്ര ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മോഹനരാഗത്തിലാണ്. അതൊരു യാദൃശ്ചികതയാവാൻ ഇടയില്ല. ചലച്ചിത്ര സംഗീതത്തിൽ ഇത്രയേറെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു രാഗം ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്റർ താൻ 32 ചലച്ചിത്ര ഗാനങ്ങൾ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയതായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.